Hi, good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Okay, good morning. അപ്പോൾ എല്ലാവരും നിങ്ങളെ ഒരു പുതിയൊരു കോഴ്സില് എല്ലാവരും വെൽക്കം ചെയ്യാനായിട്ട്. അവന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. അപ്പോ നിങ്ങളെല്ലാവരും ഓക്കെ, നമ്മളെല്ലാവരും എവിടെ നിന്നുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ ക്ലാസ്സില്? ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാമോ? കോട്ടയം, ഓക്കെ. പ്രസ്ഥാന തൃശ്ശൂർ അല്ലേ? ഡാനിയ കാലിക്കറ്റ്, ഓക്കെ. ആലപ്പുഴ, കൊല്ലം, വൈത്തിരിയുണ്ടല്ലേ? ഓക്കെ, ശരി. ആലപ്പുഴ, തൃശ്ശൂര്, ട്രിവാൻഡ്രം, ഇടുക്കി, കാലിക്കറ്റ്. ഓക്കെ, ആലപ്പുഴയിൽ നിന്നാണ് തോന്നുന്നു അല്ലേ കുറെ കുട്ടികൾ. തൃശ്ശൂരിൽ നിന്നുണ്ട്. ഓക്കെ, കോട്ടയം, പാല, പിറവം, താരക്കര, പാലക്കാട്, ട്രിവാൻഡ്രം. ശരി, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു ആലുവ, ഓക്കെ, ഗഗന ആലുവയിലാണല്ലേ? ഓക്കെ, കോട്ടയം. അപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു 69 കൊടുങ്ങല്ലൂര്, ഇവിടെ അടുത്താണല്ലോ. 69 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. എല്ലാവരും പരിചയപ്പെടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. സൽമ പറവൂരാണ് അല്ലേ? ഓക്കെ, ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്നുകൂടെ ഞാൻ ഈ ഒരു ക്ലാസ്സിലോട്ട് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പുതിയ കോഴ്സ് എല്ലാവരും നിങ്ങൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓക്കെ സൂര്യ കൊട്ടാരക്കരയാണ് അല്ലേ? ഓക്കെ. അപ്പോ നിഷ മാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ഓൾ മ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പതുക്കെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് എനിക്ക് ഇതുപോലെ ഓൾ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കും അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ് തുടങ്ങുമ്പോൾ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുക. പിന്നെ ക്ലാസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഡേ ആണല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മേടിച്ചിരുന്നോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിരുന്നോ? ഇല്ല, മേടിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ നോക്കുക കേട്ടോ. ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു 1 or 2 വീക്സിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഹോസ്റ്റലായിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടും കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അതിൽ നിന്ന് വിട്ടൊന്നും പുറത്തുനിന്നൊന്നും ചോദ്യങ്ങളൊന്നും വരില്ല. ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ പല നിലവാരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ? ചില ആളുകള് ഓൾറെഡി ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ ചിലവര് ചിലപ്പോ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? കുറെ നാളത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? യെസ്, ഉണ്ട്. ഓക്കെ, കുറെ പേരുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മള് എല്ലാവർക്കും എന്താ അനുയോജ്യമാകുന്ന രീതിയിലായിരിക്കും നമ്മള് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. കാര്യം അറിയാമല്ലോ, ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അതിലെ ആവറേജ് കുട്ടികൾ ഉണ്ടാവും, ബിലോ ആവറേജ് കുട്ടികൾ ഉണ്ടായിരിക്കും. വളരെ ക്വാളിഫൈഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു നിലവാരത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. മലയാളത്തിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറിന്റെ ക്ലാസ് ആണ് വരുന്നത് അല്ലെ? 10:30
തൊട്ട് 12 വരെയാണ് നിങ്ങളുടെ ക്ലാസ്. അപ്പൊ ഓരോ ടീച്ചേഴ്സിന് 1 അവർ വീതമാണ് കേട്ടോ ക്ലാസ് വരുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് എപ്പോഴും തുടങ്ങുമ്പോൾ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങും. ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാം, ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ സ്പീഡ് കൂടുതലോ, പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്, ചിലപ്പോൾ നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാം, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് 5-10 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിൽ എന്ത് ഡൗട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ ലൈവ് ക്ലാസ്സിൽ കയറാൻ കഴിയാത്ത ആൾക്കാർക്ക് ഡെയിലി എല്ലാവർക്കും ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ വേറെ എക്സ്ട്രാ നോട്ടുകളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓൾറെഡി ഷോർട്ട് നോട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മളൊരു എക്സ്ട്രാ നോട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വാക്കുകളുടെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ചില മെഡിക്കൽ തെറപ്പിസ്റ്റുകളൊക്കെ പറയുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ പറയാം, ഓക്കെ? പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ലെക്ചർ നോട്ട് എഴുതി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനായിട്ട് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്ത്. ഇപ്പൊ ക്ലാസ് കേൾക്കുമ്പോൾ ഓൾറെഡി ലെക്ചർ നോട്ട് എഴുതി പോകുന്ന കുട്ടികളുണ്ടായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ അതാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, പഠിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിന്റെ പാറ്റേണിനെ പറ്റിയാണ്. അപ്പൊ പലർക്കും ഒരു സംശയമാണ്, നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് മോഡൽ അല്ല. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് അത്രേ വരുന്നുള്ളൂ കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെ പറ്റിയിട്ട് നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താന്ന് വെച്ചാൽ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ അന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അന്ന് ടീച്ചർ എടുത്ത ആ പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ അത് ഓരോ ടീച്ചേഴ്സും ഇടും കേട്ടോ, സെപ്പറേറ്റ് ഇടും. അപ്പൊ അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടിട്ട് ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സാം പാറ്റേൺ. അപ്പൊ നിങ്ങളുടെ ഒരു ഫൈനൽ എക്സാമിലോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ടൈം മാനേജ് ചെയ്യാനും അതുപോലെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് പരിശീലിക്കുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ കഴിയാവുന്നിടത്തോളം എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ശരിക്കും 4 മൊഡ്യൂളുകളാണ് വരുന്നത്. 1ഉം 2ഉം മൊഡ്യൂളുകളിലെ ചാപ്റ്റേഴ്സ് ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട്, 3ർഡും 4ത്തും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് അടുത്തൊരു 3 മാസം കൊണ്ടും അങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 6 മന്ത് കോഴ്സ് ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ ആണ്, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഞാൻ അധികം ഒരുപാടൊന്നും എടുക്കുന്നില്ല, കാരണം പലർക്കും ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ അത് പ്രത്യേകം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊരു ഫാമിലി ആയിട്ട് തന്നെ കണ്ടാൽ മതി. നല്ല ടീച്ചേഴ്സിനൊക്കെ എല്ലാത്തിനും നല്ല സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും. എന്നെ കൂടാതെ 3 ടീച്ചേഴ്സും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം എന്നെ കൂടാതെ ഒരു 3 ടീച്ചേഴ്സും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇംഗ്ലീഷിലൊരു സാർ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഉണ്ട് നിങ്ങൾക്ക്, അതിനൊരു സാർ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ മൊത്തം 4 പേരായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും വളരെ കൂളായിട്ട് ഇരുന്നാൽ മതി. ഒരു ആദ്യത്തെ ചിലപ്പോ എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലർക്കൊക്കെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും പേടിക്കൊന്നും വേണ്ട. 2-3 ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ?
ശരി, അപ്പൊ നമുക്ക് പതുക്കെ ക്ലാസ്സിലോട്ട് പോകാം. ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് സ്ക്രീൻ ശ്രദ്ധിക്കുക. നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊക്കെ ഒന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയാലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാട് ബൈപ്പാർട്ട് ചെയ്ത് പഠിക്കാൻ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കുറിച്ചും ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങിയല്ലേ? എല്ലാവരും ഓക്കെ ആണോ? ശരി, നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഇടുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, കാര്യം ഞാൻ നിങ്ങളെ കാണുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അറിയില്ല നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്പർ 1, മൊഡ്യൂൾ 1 ആദ്യത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പൊ ഒന്ന് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂ കേട്ടോ. നമുക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എടുത്ത കോഴ്സ് ഏതാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. എന്താണ് ഒരു ഹോസ്പിറ്റൽ? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, അതിനെ പറ്റി നമുക്കറിയാം. പിന്നെ പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ ചുറ്റും തന്നെ ഇഷ്ടം പോലെ എന്താ പറയാ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ നമുക്ക് ഇന്ന് കാണാം അല്ലെ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇത് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ ഒരു കൺസെപ്റ്റും ഇന്നത്തെ കൺസെപ്റ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഇതിലൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെ പറ്റിയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നത്. എന്താണ് വാട്ട് ഇസ് എ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ പറയും? ഓക്കെ, അപ്പൊ ഒരു 3 ഡെഫിനിഷൻസ് നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് കേട്ടോ. അതിന് പ്രധാനമായിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയുള്ളതിനകത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, പിന്നെ പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റൽ മനസ്സിലാക്കിയ ഒരു 3 ഡെഫിനേഷൻ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ തന്നത് മാത്രം. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ടെക്സ്റ്റ് ഉള്ളവർ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അല്ലാണ്ടവർ ജസ്റ്റ് ഒരു നോട്ട് എഴുതി വെച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫോളോ ചെയ്ത് പോകാനായിട്ട് അതൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കുക, ചാപ്റ്റർ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ. The English words hospitals, hostels, hotels and hospice are all, according to etymology, related to the Latin noun hospice, a word having the opposite meaning a guest or visitor, and one who provides lodging or entertainment for a guest or visitor. That means a place where the guests are received. ഇതാണ് അവിടെ പറയുന്നത്. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനെ പറ്റിയാണ് അവർ പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ്, ഏതൊക്കെ വേർഡ്സുകളാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസ് മാത്രമല്ല ഹോസ്റ്റൽ, അതുപോലെ തന്നെ ഹോട്ടൽ അല്ലെ. പിന്നെന്താണ് ഹോസ്പൈസ്. എന്താണ് ഹോസ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കേട്ടിട്ടുണ്ടോ ഹോസ്പൈസ് എന്ന്? എന്താണ് ഹോസ്പൈസ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്താണ് എന്റെ അർത്ഥം ഹോസ്പൈസ്? അറിയില്ല. ഓക്കെ, ഹോസ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭയ കേന്ദ്രം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മള് കിടപ്പ് രോഗികൾ ഉണ്ടാവില്ലേ, അതായത് തീരെ ഇല്ലാത്ത ആളുകള്, കിടപ്പായിട്ടുള്ള രോഗികളെയൊക്കെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഒക്കെ പോലെയുള്ള
അത്തരം കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഹോസ്പൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ പറയുന്ന ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് അങ്ങനെയുള്ള വാക്കുകളെല്ലാം തന്നെ ഏത് പദത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഓക്കെ, എറ്റിമോളജി റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഏത് വാക്കാണ്? ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വാക്ക് കൂടെ അവിടെ കിടപ്പുണ്ട്, എറ്റിമോളജി. എന്താണ് എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദർ മീനിങ്സ്. എന്താണ് എറ്റിമോളജി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദർ മീനിങ്സ് കേട്ടോ. അതായത് വാക്കുകളും അവയുടെ അർത്ഥങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം, അതിനെയാണ് നമ്മൾ എറ്റിമോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് എന്ന് പറയുന്ന വാക്കുകളെല്ലാം തന്നെ ലാറ്റിൻ പദമായിട്ടുള്ള ഹോസ്പസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഹോസ്പിറ്റൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം, ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാഷ്. ഏതാണ്? ഏത് ലാറ്റിൻ വേർഡിനാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. ഓപ്ഷൻ എടുത്ത് ചിലപ്പോൾ ഗ്രീക്ക് പദം അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡ് എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഏത് വാക്കാണ്? ലാറ്റിൻ വാക്കാണ് കേട്ടോ. ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കാണ്. ഇനി എന്താണ് ഈ ലാറ്റിൻ വാക്കായിട്ടുള്ള ഹോസ്പസ് എന്നതിന്റെ അർത്ഥം എന്താണ്? അതിനെ പറ്റിയാണ് അടുത്തതിൽ പറഞ്ഞത്. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, എ ഗസ്റ്റ് ഓർ വിസിറ്റർ, ആൻഡ് ദ വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അതായത് രണ്ട് അർത്ഥങ്ങൾ വരുന്ന, ദ്വയാർത്ഥങ്ങൾ വരുന്ന, അതായത് ഒരു വാക്കിന് തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്ന പദമാണ് ഹോസ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലാസ് റൂം ഒന്ന് മാറിയിരുന്നതാണ് കേട്ടോ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീനൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മള് ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് അർത്ഥങ്ങൾ വരുന്ന അല്ലെ, ദ്വയാർത്ഥം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു വാക്കിൽ തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്ന ഒരു പദമാണ് ഹോസ്പസ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അർത്ഥങ്ങൾ നോക്കിയേ? വേർഡ് ഹാവിംഗ് ഓപ്പോസിറ്റ് മീനിങ്. ഓപ്പോസിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഡയമെട്രിക് മീനിങ് ആണ് കേട്ടോ. അതായത് ഒരു വാക്കിന് തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരാം. അങ്ങനെ ഒരു പദമാണ് ഹോസ്പസ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അർത്ഥങ്ങൾ നോക്കിയേ? എ ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ, അങ്ങനെയുള്ള ഒരു അർത്ഥമുണ്ട്. അതുകൂടാതെ വേറെ അർത്ഥം എന്താണെന്ന് നോക്കിയേ? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അതല്ലെങ്കിൽ എന്താണ്? അതിഥിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സന്ദർശകന് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി. അങ്ങനെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഏത് വാക്കിനുള്ളത്? ഹോസ്പസ് എന്ന വാക്കിന് ഉള്ളത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ. അതല്ലെങ്കിൽ വേറൊരു അർത്ഥം എന്താണ് പറയുന്നത്? ഈ പറയുന്ന അതിഥി
വ്യക്തിക്ക് അല്ലെങ്കിൽ സന്ദർശകന് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി അല്ലെ. ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവർക്ക് എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി അല്ലെ. അങ്ങനെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് അതിനുള്ളത് കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറയാനാണ്, എന്താണ് അർത്ഥം? എ പ്ലേസ് വെർ ദ ഗസ്റ്റ് ആർ റിസീവ്ഡ് അല്ലെ. ഈ പറയുന്ന ഗസ്റ്റുകൾ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ലാറ്റിൻ പദം അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ അല്ലെങ്കിൽ ഗസ്റ്റിനോ വിസിറ്ററിന് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി എന്നിങ്ങനെ അർത്ഥം വരുന്ന ഹോസ്റ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് എന്താ നോക്കിയേ. From its gradual evolution through the 18th and the 19th centuries, the hospital in the eastern and western world has come of age only newly during the past 15 years or so. The concept of today's hospital contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. വലിയൊരു സെന്റൻസ് ആണ് അല്ലെ, വേറൊന്നും അല്ല അവിടെ പറഞ്ഞിരുന്നത്. അതായത് പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇന്നത്തെ ഇമേജും തമ്മിൽ ഭയങ്കരമായിട്ടൊരു വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി പഠിക്കും, ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി പഠിക്കും, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ 18-19 നൂറ്റാണ്ടുകൾ അപ്പത്തൊട്ട് തുടങ്ങി ഈ പറയുന്ന ഒരു 50 വർഷങ്ങളോളമായിട്ട് ഹോസ്പിറ്റലുകള് ഇവല്യൂഷന്റെ പാതയിലാണ്. എന്നുവെച്ചാൽ അത്രയേറെ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇമേജിലോട്ട് വന്നത് എന്നാണ് അവിടെ പറയുന്നത് അല്ലെ. പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേറെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, ജസ്റ്റ് ഒരു ഹീലിംഗ് സെന്റർ മാത്രമല്ല ഇന്ന് ഹോസ്പിറ്റൽ, മറ്റ് ഒരുപാട് സേവനങ്ങൾ നമുക്ക് തരുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ. ആ ഒരു മാറ്റത്തിനെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഹോസ്പിറ്റൽ കണ്ട ഗ്രാജുവൽ എവല്യൂഷൻ ത്രൂ ദ 18th and 19th century. ആ ഒരു കാലഘട്ടം തൊട്ട് തുടങ്ങുന്ന ഒരു എവല്യൂഷൻ ആണ്. 50 വർഷ കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാലയളവല്ല, അത്രയേറെ മാറ്റം. ഇന്നിപ്പോ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോന്നിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 50 വർഷങ്ങളുടെ മാറ്റം എന്ന് പറഞ്ഞൊരു നിസ്സാര മാറ്റമായിരിക്കില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Only during the past 50 years on the concept of today's hospital contrasting basically from the old idea of a hospital. ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അന്നത്തെ കൺസെപ്റ്റും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്താണ് ആ ഒരു ഡിഫറൻസ് പറയുന്നത്? ആസ് നോ മോർ ദാൻ എ പ്ലേസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ സിക്ക്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വെറും എന്ത് മാത്രമായിരുന്നു? ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് അതിൽ കൂടുതൽ ഒരുപാട് ഫെസിലിറ്റികൾ അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ ഒരു ഇമേജ് എത്രത്തോളം മാറ്റങ്ങളിലൂടെയാണ് ഹോസ്പിറ്റൽ വന്നേക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെന്റൻസ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, വായിക്കാം നമുക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ തന്നെ ക്ലാസ് മുന്നോട്ട് പോയാൽ പോരെ? ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ പോരെ? ഓക്കെ, ശരി. അപ്പൊ നോക്കാം കേട്ടോ. അടുത്ത പാരഗ്രാഫ്. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് എ ഹീലിംഗ് സെന്റേഴ്സ് ബട്ട് ആൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട്സ് ഹെൽത്ത്ഫുൾ ലിവിംഗ് അല്ലെ. അപ്പൊ ഇന്ന് പണ്ട് പറയുമ്പോൾ ഹോസ്പിറ്റൽ എന്താണ്? ജസ്റ്റ് ആസ് എ ഹീലിംഗ് സെന്റർ, ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു. അസുഖം വന്നിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയാണ്. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ആളുകളില് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽ അല്ലെ. നോക്കിക്ക് ഇവിടെ പറയുന്നത് the general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfies the patient's care അല്ലെ. വെറും രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് ഫെസിലിറ്റികൾ ഓഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകാനല്ലേ ആളുകൾ ഇഷ്ടപ്പെടുന്നത്? നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി, ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അദ്ദേഹം മരുന്ന് എഴുതി തരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഫാർമസി സൗകര്യമില്ല.
അപ്പൊ നമ്മൾ മരുന്ന് വാങ്ങാൻ നമുക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം പോട്ടെ, ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഒരു എക്സ്റേ ഒക്കെ നമ്മളോട് പറയാണ്, നമ്മൾ അത് എടുക്കാനായിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് നമുക്ക് പോണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതേസമയം ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആ അതേ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അതിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക, അതന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുക. അതന്നെയാണ് അവിടെ പറയുന്നത്, സാധാരണ ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിനേക്കാളുപരി മറ്റൊട്ടേറെ ഫെസിലിറ്റികൾ ഓഫർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് ആളുകൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, വിത്ത് ദിസ് കൺസെപ്റ്റ് the image of the hospital gradually became good, and they are being raised again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. എന്താണ് പറയുന്നത്, ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇമേജ് ഒരുപാട് മാറി. അതായത് ജസ്റ്റ് ഈ ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യാൻ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതായത് കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സമഗ്രമായിട്ട് അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പ്രിവെന്റീവ്, എന്താണ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിരോധപരമായിട്ട് അല്ലെ, പ്രതിരോധപരമായിട്ട്. പിന്നെ ക്യൂറേറ്റീവ്, എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, രോഗശമനമാണ് അല്ലെ, രോഗശമനം. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്, എന്താണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ വാക്ക്, എന്തായിരിക്കും റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തായിരിക്കും അറിയാവുന്നവര് പറഞ്ഞോളൂ, റീഹാബിലിറ്റേഷൻ എന്താണ്? ഓക്കെ, ആർക്കും അറിയില്ല, റീഹാബിലിറ്റേഷൻ സർവീസസ് കേട്ടിട്ടില്ല? അറിയില്ലേ റെസ്പോണ്ട് ചെയ്യാനായിട്ട്? റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുനരധിവാസ സേവനങ്ങളാണ് അല്ലെ, പുനരധിവാസ സേവനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അത് തന്നെ കറക്റ്റ് ആണ് സുരേഷ്. പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക അല്ലെ, അതായത് നമ്മൾ ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ മൂലോ നമ്മളുടെ ഒരു നോർമൽ ഫംഗ്ഷനിങ് മാറിക്കഴിഞ്ഞാൽ അതിനൊരു പഴയ ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സേവനങ്ങളെയാണ് റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, വളരെ പ്രിവെന്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറൊന്നുമില്ല അതിനകത്ത്. ആ പണ്ടത്തെ ഒരു കൺസെപ്റ്റും ഇന്നത്തെ കൺസെപ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഹിസ്റ്ററി, നെക്സ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എവല്യൂഷൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ട, അത് മാത്രമേ ഇവിടെ പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദി ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അപ്പൊ പ്രധാനമായിട്ടും നമുക്കൊരു 3 ഡെഫിനേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അതിലൊരെണ്ണം വന്നിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് വായിക്കാം. ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് that providing medical and surgical treatment and nursing care for any ill or injured people. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. എന്താണ് അവിടെ പറയുന്നത്? അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് അല്ലെ, ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് മെഡിക്കൽ, സർജിക്കൽ, അതുപോലെ തന്നെ നഴ്സിംഗ് പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഹോസ്പിറ്റൽസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡിങ് medical and surgical treatment and nursing care for any ill or injured people. അല്ലെ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്കൂള് അല്ലെങ്കിൽ കോളേജ്, ഒരു അക്കാഡമി ഒക്കെയാണ് വരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാര്യം എന്താണ്, അതൊരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഒരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ്. അത് മാത്രമല്ല അതൊരു പബ്ലിക് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പബ്ലിക് സർവീസ് ആണ് അവർ കൊടുക്കുന്നത്. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല എന്താണ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത്, നമുക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ് പ്രത്യേകത?
കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിക്കൊണ്ടാണ് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലായോ പറഞ്ഞത്? അതാണ് അവിടെ പറഞ്ഞത്, ഹോസ്പിറ്റൽസ് ആർ ദ institution, okay, institution that providing medical and surgical treatment and nursing care for any ill or injured patient. ടെക്സ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ടെക്സ്റ്റ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവർ കേട്ടിരുന്നോ കേട്ടോ? ഓക്കെ, അത്രയും. ഇനി അടുത്ത ഡെഫിനേഷൻ നോക്കാം. അത് ഫസ്റ്റത്തെ ഡെഫിനേഷൻ ആയിരുന്നു. രണ്ടാമത്തെ നോക്കാം കേട്ടോ. രണ്ടാമത്തെ നോക്കിക്കേ, an institution that makes use of physician, surgeons and team of technical staff in order to provide the facilities for diagnosis, therapy, rehabilitation, prevention, education and research. ഓക്കെ, പിന്നെ എന്താ പറയുക, രണ്ടാമത്തെ എന്താ കുറച്ചും കൂടെ വലിയൊരു ഡെഫിനേഷൻ ആണ് അല്ലെ. അതായത് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ് അല്ലെ. അതുപോലെ തന്നെ തെറാപ്പി അല്ലെ, ഈ പറയുന്ന ചികിത്സ, ട്രീറ്റ്മെന്റ് കൊടുക്കുക. റീഹാബിലിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുനരധിവാസ സേവനങ്ങൾ അല്ലെ. പിന്നെ എന്താണ്? പ്രിവെൻഷൻ, പ്രതിരോധം. പിന്നെ എന്താണ്? ഒപ്പം എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെ. ധാരാളം മെഡിക്കൽ കോളേജുകളൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടില്? അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റിസർച്ച്, ഇങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യന്മാരെയും സർജന്മാരെയും ടെക്നിക്കൽ സ്റ്റാഫുകളെയും പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അത് വേറൊരു ഡെഫിനിഷൻ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇതൊക്കെയാണ് പറഞ്ഞത്. രോഗനിർണയം, തെറാപ്പി, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് ഫിസിഷ്യന്മാരെയും, ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെയാണ് അല്ലെ, ഫിസിഷ്യന്മാരെയും സർജന്മാരെയും മറ്റ് സാങ്കേതിക ജീവനക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ രണ്ടെണ്ണം? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ അപ്ലൈ ദെയർ നോളജ് ആൻഡ് സ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ് ആൻഡ് അപ്ലയൻസസ് ടു പ്രൊവൈഡ് ദ ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം, വളരെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാഫുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അവരെല്ലാവരും തന്നെ അവരുടെ നോളജ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, മറ്റുള്ള ഇൻസ്ട്രുമെന്റുകൾ, ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ ഒരു പ്രൊഫിഷ്യൻസി അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവിടെ ഹോസ്പിറ്റലിൽ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്തത്? പ്രൊവൈഡ് ദ ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ് അല്ലെ. രോഗിക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ രീതിയിൽ അവരുടെ സ്കില്ലും അവരുടെ നോളജും ഒക്കെ അവര് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽസ് ആൻഡ് ബ്രിങ്ങിങ് ബാക്ക് ദ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഓഫ് ദോസ് ടെമ്പററിലി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദിസ്. ഇതാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള സ്ഥലം മാത്രമാണോ? അല്ല. എന്താണ്? ഈ പറയുന്ന അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ വളരെ എന്താ പറയാ പാവപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള സേവനങ്ങൾ എല്ലാവരിലേക്കും ഈ പറയുന്ന ചികിത്സ എത്തിപ്പെടുന്ന രീതിയിൽ പാവപ്പെട്ട ആളുകൾക്കും കൂടിയിട്ട് അവരുടെ ക്ഷേമത്തിനും കൂടി എന്താണ് പ്രവർത്തിക്കുന്ന, അവർക്കും കൂടി വേണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ട് ഡെഫിനേഷൻ മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡെഫിനേഷൻ കൂടെ നോക്കാം. നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കാം. അടുത്ത നോക്കാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO ഡെഫിനിഷൻ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. WHO ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ UN, ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിങ് ആണ് അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകമെമ്പാടുമുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ, ഒരു ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ഈ പറയുന്ന പോലെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 1947
ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ഓക്കെ, അതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 1948-ലാണ് 1948 ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകമെമ്പാടുമുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പിന്നാണ് WHO കേട്ടോ. അപ്പൊ അവരുടെ ഒരു ഡെഫിനേഷൻ ആണ് അവിടെ പറഞ്ഞത്. അത് ഇച്ചിരി കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് വായിക്കാം. എ ഹോസ്പിറ്റൽ ഈസ് എൻ integral part of a medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient services reach out to the family and its home environment. The hospital is also a center for the training of health workers and biosocial research. ഇതാണ് WHO ഡെഫിനിഷൻ. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാണ് ഇത് ഹോസ്പിറ്റൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ട് എന്നാണ് പറയുന്നത്. അതാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? The function of which is to provide for the population complete health care. അല്ലെ, പൊതുജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. അല്ലെ, ഈ പറയുന്ന രോഗശമനം എന്നുള്ള രീതിയിലും രോഗപ്രതിരോധം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത് മാത്രമാണോ? അല്ല, പിന്നെയുള്ള അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഹോസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. അല്ലെ, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ, അല്ലെ, ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഔട്ട് പേഷ്യന്റ് സർവീസ്, ഔട്ട് പേഷ്യൻസ് നമുക്കറിയാം, ഔട്ട് പേഷ്യന്റ് സർവീസുകൾ. അല്ലെ, ഇവർ ഈ പറയുന്ന സർവീസസ് എവിടേക്ക് എത്തിക്കണം? ഈ പറയുന്ന പേഷ്യന്റും അവരുൾപ്പെടുന്ന കുടുംബങ്ങളിലേക്ക്, അവരുടെ വീട്ടു പരിസരങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതും ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ അതിന്റെ ഒരു ബൗണ്ടറിക്കകത്ത് നിൽക്കാതെ അതിന് പുറത്തേക്ക് കൂടുതൽ അവരുടെ സേവനങ്ങൾ എന്ത് ചെയ്യുക? സ്പ്രെഡ് ചെയ്യുക. അതാണ് അവിടെ പറയുന്നത്. അവരുടെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ ഈ പറയുന്ന രോഗികളിലേക്കും അവരുൾപ്പെടുന്ന കുടുംബത്തിലേക്കും അവരുടെ ചുറ്റുപാടുകളിലേക്കും എന്ത് ചെയ്യണം? ഈ പറയുന്ന സേവനങ്ങൾ സ്പ്രെഡ് ചെയ്യണം. നമുക്കറിയാം അല്ലെ, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഹോം എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? നമുക്കിപ്പോ നമ്മളൊരു നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കണമെങ്കിൽ നമുക്ക് അധികം അസുഖങ്ങളൊന്നും വരില്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും. അതേസമയം നമ്മുടെ സറൗണ്ടിങ്സ് വളരെ പൊല്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ചുറ്റുപാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫാമിലി ഫാക്ടേഴ്സ്. നമുക്ക് ജനറ്റിക് ആയിട്ട് പല അസുഖങ്ങളും നമുക്ക് അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ടൊക്കെ കിട്ടുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അല്ലെ, ശരിക്കും പറഞ്ഞ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കൂടെ ആശ്രയിച്ചിരിക്കും. അല്ലെ, അപ്പൊ അവിടേക്കും കൂടി ഈ പറയുന്ന സേവനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? വ്യാപിപ്പിക്കണം. അത് ആരുടെ ഫംഗ്ഷനാണ്? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനാണ്. അതായത് ഹോസ്പിറ്റൽ ബൗണ്ടറിക്കകത്ത് അവരുടെ സേവനങ്ങൾ ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്കും കൂടെ വ്യാപിപ്പിക്കണം. അതാണ് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? The hospital is also a center for the training of health workers and biosocial research. അത് മാത്രമല്ല, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഹെൽത്ത് വർക്കേഴ്സിന്, അല്ലെ, ഈ പറയുന്ന ആരോഗ്യ പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്ന, അതുപോലെ തന്നെ ബയോസോഷ്യൽ റിസർച്ച്. എന്താണ് ബയോസോഷ്യൽ റിസർച്ച്? അതായത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെയും നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് രോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ. അല്ലെ, അതായത് നമ്മൾ പറയുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചുറ്റുപാടുകൾ, അല്ലെ, നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അല്ലെ, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കൾച്ചറിനനുസരിച്ചിട്ടാണ് നമ്മൾ പല എന്താ പറയുക മെഡിസിൻ സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ, അപ്പൊ ആ രീതിയിൽ നമ്മുടെ കൾച്ചർ ഉണ്ട്, നമ്മുടെ പറയുന്ന ചുറ്റുപാടുകളുണ്ട്, അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെയും സോഷ്യൽ ഫാക്ടേഴ്സിനെയും പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയിട്ട് പഠിക്കുന്ന അത്തരം ഗവേഷണങ്ങൾ നടത്തുകയും
അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു സെന്റർ ആണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1957 കേട്ടോ, 1950. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമല്ല അവിടെ പറയുന്നത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ച വർഷമാണ് അവിടെ പറയുന്നത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടത് 1948 കേട്ടോ. 1948 ഏപ്രിൽ 7 പെട്ടെന്ന് ഈ ഒരു ഇയറിന്റെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് 1957 ഇങ്ങനെ ഒരു ഡെഫിനേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെരി സിമ്പിൾ ആയിട്ടുള്ള 1-2 പോയിന്റുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്? അത് ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. ലാറ്റിൻ വാക്കാണ് കേട്ടോ, ഫ്രഞ്ചോ ഗ്രീക്കോ ഒന്നും അല്ല, ലാറ്റിൻ വാക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഗസ്റ്റ് ഓർ വിസിറ്റർ, അല്ലെങ്കിൽ വേറൊരു അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? ഗസ്റ്റിനോ വിസിറ്ററിനോ താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തി എന്നിങ്ങനെ അർത്ഥം വരുന്ന ഹോസ്പസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. പിന്നെ മനസ്സിലാക്കാം, നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലോട്ട് എത്തിപ്പെട്ടത്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു? ജസ്റ്റ് ആസ് എ ഹീലിംഗ് സെന്റർ, ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല, ഒട്ടേറെ ഫെസിലിറ്റികൾ നമ്മൾ പറഞ്ഞു അല്ലെ. എത്ര ഫെസിലിറ്റികളാണ് നമ്മൾ പറഞ്ഞത്? ഈ പറയുന്ന കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പ്രിവെന്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സേവനങ്ങൾ വരെ അത്രയേറെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്തായിരുന്നു? ഹോസ്പിറ്റൽസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓൺ ഇൻഷുറൻസ്. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഇസ് an institution that makes the use of physicians, surgeons and team of technical staff in order to provide the facilities for diagnosis, therapy, rehabilitation, prevention, education and research. Okay. പിന്നെ നമ്മൾ കണ്ടത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടു. എന്നാണ് ഈ ഡെഫിനേഷൻ മുന്നോട്ട് വെച്ചത്? 1957 കേട്ടോ, 1957 ഡെഫിനേഷൻ അവിടെ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററി അടുത്ത മിസ്സായിരിക്കും എടുക്കുന്നുണ്ടാവാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, നമ്മൾ ചിലപ്പോൾ ഓർഡറിലായിരിക്കില്ല നമ്മൾ ചാപ്റ്ററിൽ എടുത്തു പോകും. നമ്മളിപ്പോ ഒരു 3 മിസ്സുമാരുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനനുസരിച്ച് കൊണ്ടായിരിക്കും. എന്താണ് രഹന? എറ്റിമോളജി അല്ലെ? പറയാം കേട്ടോ രഹന, ഒരു മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. അതായത് 3 മിസ്സുമാര് ക്ലാസ് എടുക്കാനുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അവർ ക്ലാസ് എടുക്കുക. അതായത് നമ്മൾ ഓർഡറിലായിരിക്കില്ല ക്ലാസ് പോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേരാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്പർ വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത്. പേര് നോട്ട് ചെയ്യുക കേട്ടോ, ആരൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് എടുക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് എറ്റിമോളജി അല്ലെ. എറ്റിമോളജി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദയർ മീനിങ്സ് കേട്ടോ. ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദയർ മീനിങ്സ്. നമ്മൾ ഈ വാക്കുകളുടെ ഒറിജിൻ, എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, ഓക്കെ, അതിന്റെ അർത്ഥങ്ങൾ, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ഒരു പഠനം. ഓക്കെ, അതിനെയാണ് നമ്മൾ എറ്റിമോളജി എന്ന് പറയുന്നത്. വാക്കുകളെ കുറിച്ചുള്ള പഠനമാണ്. എവിടെ നിന്നാണ് ആ വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അതിന്റെ മീനിങ് എന്താണ്, അതിനെ പറ്റിയുള്ള ഒരു പഠനം, അതിനെയാണ് എറ്റിമോളജി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? രഹനയ്ക്ക് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് വേറൊരു ചാപ്റ്ററും കൂടെ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അടുത്ത ചാപ്റ്റർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 4 ആണ് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ആ ഒരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഞാൻ അധികം പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു ചാപ്റ്ററിനകത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ പോലത്തെ തന്നെ ഒരു ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ ഒരുപാട് ടൈപ്പ് ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റുകൾ എല്ലാം ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് വേണം മനസ്സിലാക്കാനായിട്ട്, അതിനെ തരംതിരിച്ചിട്ട് വേണം ഓരോന്നിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ അതാണ് അവിടെ ആ ഒരു ചാപ്റ്ററിനായിട്ട് പറയുന്നത് കേട്ടോ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ വിപുലമായിട്ടുള്ള, സമഗ്രമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സമഗ്രമായിട്ടുള്ള, ചെറിയൊരു ഇതല്ല, വളരെ വിപുലമായിട്ട് കേട്ടോ. പണ്ട് ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നില്ലേ ഹോസ്പിറ്റൽ, പക്ഷെ ഇങ്ങനത്തെ അങ്ങനെയല്ല, ഒരുപാട് സമഗ്രമായിട്ടുള്ള വിപുലമായിട്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. വെറുതെ വായിക്കുന്നുള്ളൂ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. There are different types of hospital and each type has its own characteristics, strengths and limitations. അല്ലെ, ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് അല്ലെ, ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, അവർക്ക് അവരുടേതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അല്ലെ. അപ്പൊ owing to the variation in types, it is necessary to classify to understand its type. അപ്പൊ ഓരോന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനെ തരം തിരിച്ച് തന്നെ നമ്മൾ പഠിക്കാം, ക്ലാസിഫൈ ചെയ്ത് തന്നെ നമ്മൾ അതിനെ പഠിക്കാം. അപ്പോ ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ പ്രധാനമായിട്ടും ഒരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തത്. 6 കാര്യങ്ങളെ ബേസ് ചെയ്തത്. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സൈസ്, ഒന്നാമത്തെ സൈസ് ആണ്. പിന്നെ ലെവൽ ഓഫ് കെയർ, പരിചരണത്തിന്റെ നിലവാരം. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. പിന്നെ വരുന്നത് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം. പിന്നെന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ, ചികിത്സാ രീതികൾ അഥവാ ചികിത്സാ സമ്പ്രദായങ്ങൾ. പിന്നെ ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ്? പേഷ്യന്റിന്റെ താമസത്തിന്റെ ദൈർഘ്യം. അങ്ങനെ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാം, നമുക്ക് നോട്ട് നമ്മൾ എഴുതി വെക്കണോ? നോട്ട് എഴുതിയൊന്നും വെക്കണ്ട കേട്ടോ ചെയ്യാം. എന്താണെന്നറിയാമോ, നമ്മൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ ചില എഴുതിയ മീനിങ്ങുകൾ മനസ്സിലാക്കുക, ചില മീനിങ്ങുകൾ അല്ലെങ്കിൽ വല്ല മെഡിക്കൽ ടേംസ് അത് മാത്രമേ നമ്മൾ പറയുള്ളൂ. അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിന് വിട്ടൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരില്ല കേട്ടോ. ഇതിന് വിട്ടിട്ട് വേറൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അങ്ങനെ വരുള്ളൂ. വേറെ എക്സ്ട്രാ നോട്ടൊക്കെ എഴുതി നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇനിയിപ്പോ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടേതായ ഭാഷയിൽ വേണമെങ്കിൽ എക്സൽ നോട്ട് പോലെ എഴുതണമെങ്കിൽ എഴുതിപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിൽ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ മാം. അല്ല, അപ്പൊ നമുക്ക് ടെക്സ്റ്റിലുള്ളതൊക്കെ തന്നെ അല്ലേ ഇത്? അതെ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജിനിയ വാങ്ങിച്ചോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ല, വാങ്ങിയില്ല. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇത് തന്നെയാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മളിവിടെ സ്ക്രീൻഷോട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് തന്നെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഇന്നിപ്പോ ഞാൻ എടുത്ത പോർഷനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ക്ലാസ് റൂമിനകത്ത് ഇട്ട് തരും. അപ്പൊ ഡെയിലി എല്ലാ ടീച്ചേഴ്സും ഇട്ട് തരും. അപ്പൊ അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. വേറെ എന്തെങ്കിലും നമുക്കിനി വഴിയെ പരിചയപ്പെടാം. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ക്ലാസ് വളരെ കൂളായിട്ട് ഇരുന്നാൽ മതി. ഇതൊരു ഫാമിലി ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടിനായിട്ട് എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പൊ പേടിക്കൊന്നും വേണ്ട. അത് ശരിയല്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെയാണ് കേട്ടോ നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.